നമസ്കാരം. ഡീകോഡിംഗ് ബഡ്ജറ്റ് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന കേരള ബഡ്ജറ്റിലേക്ക് സംസ്ഥാനം ഉറ്റുനോക്കുമ്പോൾ രണ്ട് വലിയ ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ഒന്ന്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് നൽകാൻ പോകുന്ന പ്രഖ്യാപനങ്ങളും പ്രതീക്ഷകളും എന്തൊക്കെയാണ്? രണ്ട്, ഈ പദ്ധതികൾ നടപ്പിലാക്കാനും ദൈനംദിന ചിലവുകൾ നടത്താനും ആവശ്യമായ 10,000 കോടി രൂപയുടെ ഫണ്ട് എങ്ങനെ സമാഹരിക്കും? ഒരു വശത്ത് കടമെടുപ്പ് പരിധിയിലെ നിയന്ത്രണങ്ങൾ മൂലം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, മറുവശത്ത് ജനങ്ങൾക്ക് അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം എന്ന വെല്ലുവിളി. കിഫ്ബി പോലുള്ള സംവിധാനങ്ങളുടെ ഭാവിയും 16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടും ഈ ചർച്ചകളിൽ നിർണായകമാണ്. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, BJPയിൽ നിന്ന് വിനീത ഹരിഹരൻ, സാമൂഹിക നിരീക്ഷകനായ പ്രൊഫസർ AG ജോർജ്, മുൻ വ്യവസായ സെക്രട്ടറി TS ചന്ദ്രൻ എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ ഏർപ്പെടുത്തിയ ഇന്ധന സെസ്സും കെട്ടിട നികുതി വർധനവും ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ തന്നെ സർക്കാരിൻ്റെ വിഭവ സമാഹരണത്തിന് UDF മുന്നോട്ട് വയ്ക്കുന്ന ബദൽ മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അങ്ങ് പറഞ്ഞതുപോലെ ഈ പറയുന്ന പെട്രോളിന് വേണ്ടിയുണ്ടായിരുന്ന സെസ്, ആ സെസ്സിനെ അന്നത്തെ LDF ഗവൺമെന്റ് ഓമന പേരിട്ട് വിളിച്ചത് സാമൂഹ്യ സുരക്ഷാ സെസ് എന്നായിരുന്നു. അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനുള്ള സെസ് എന്നായിരുന്നു LDF ഗവൺമെന്റിന്റെ ഓമന പേര്. എന്നിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പറ്റിയിരുന്നോ? പിന്നീട് എത്ര തവണ കുടിശ്ശികയായ ശേഷമാണ് അവസാനം ഗവൺമെന്റ് ഇറങ്ങി പോകുമ്പോൾ തിടുക്കിട്ട് അത് കൊടുക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പോ ആ സെസ്സിനെ സംബന്ധിച്ച ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ 900 കോടി രൂപയാണ് ആ സെസ്സിലൂടെ സംസ്ഥാന ഖജനാവിലേക്ക് വരുന്നത്. അപ്പൊ അത് നമ്മൾ ഒഴിവാക്കണമെന്നാണ് UDF ഗവൺമെന്റിന്റെ താല്പര്യമെങ്കിലും അത് ഒഴിവാക്കുമ്പോൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 900 കോടി വരാനുള്ള ഓൾട്ടർനേറ്റീവ് മീൻസ് അല്ലെങ്കിൽ ബദൽ മാർഗം അത് നമ്മൾ കണ്ടെത്തേണ്ടതായി വരും. അപ്പൊ തൽക്കാലം അതിലേക്ക് എന്താണ് അതിന്റെ പദ്ധതികൾ എന്നുള്ളത് ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ കയ്യിലാണുള്ളത്. നമുക്കത് പ്രഡിക്റ്റബിൾ അല്ല. പക്ഷെ എന്നാലും അതിനൊക്കെ അപ്പുറത്ത് ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നപ്പോൾ പരമ്പരാഗതമായി സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം വരുന്ന ചില മാർഗങ്ങൾ, ഒന്ന് ലോട്ടറിയാണ്, രണ്ട് കാലങ്ങളായി നമ്മൾ ആശ്രയിക്കുന്നത് എന്തിനാണ്? ഈ പറയുന്ന മദ്യത്തെയാണ്. അതിനൊക്കെ അപ്പുറത്ത് സംസ്ഥാന പൊതു ഖജനാവിലേക്ക് ഫണ്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന വഴികൾ കണ്ടെത്തുക എന്നുള്ളൊരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിരുന്നു, ഞങ്ങൾ സംസാരിച്ചിരുന്നു. അങ്ങേക്കറിയാമല്ലോ, ഞങ്ങളത് തെരഞ്ഞെടുപ്പ് വേദികളിലൊക്കെ പറഞ്ഞതാണ്. അതിൽ കോസ്റ്റൽ ടൂറിസം ഉണ്ട്, അതിൽ ഈ പറഞ്ഞ നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് ഉണ്ടാവാൻ പോകുന്ന ഉണർവുണ്ട്, IT സെക്ടറിന് ഉണ്ടാവാൻ പോകുന്ന നവീകരണമുണ്ട്. അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്. പക്ഷെ ഇവയൊന്നും ഉംബ്ര എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് സാധ്യമാക്കിയെടുക്കാൻ സാധിക്കുന്നവയല്ല. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോ വളരെ പെട്ടെന്ന് ജനങ്ങളുടെ കയ്യടി നേടാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഒരു പുതിയ സർക്കാർ വരുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു ബഡ്ജറ്റാണ് ജനം പ്രതീക്ഷിക്കുക. പക്ഷെ അങ്ങനെ ജനങ്ങളുടെ കയ്യടി പെട്ടെന്ന് അങ്ങ് നേടിയെടുക്കാനുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചാലുള്ള പ്രശ്നം, കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ നമുക്കൊരു ദീർഘവീക്ഷണമില്ലാതെ ഒരു 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 മുന്നോട്ട് പോകുന്നതിനെ പറ്റി ഒരു ക്രാന്തദർശിത്വം എന്ന് പറയാം മലയാളത്തിൽ, അതില്ലാതെ മുമ്പോട്ട് പോയാൽ, ഒരു ഇൻസൈറ്റ്നെസ് ഇല്ലാത്ത ഒരു ബഡ്ജറ്റുമായി മുമ്പോട്ട് പോയാൽ നമുക്കുണ്ടാകാൻ പോകുന്നത് വലിയ നഷ്ടമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ചെലവ് ചുരുക്കാൻ സർക്കാർ ബാധ്യസ്ഥമാവും.
ആ ചെലവ് ചുരുക്കാൻ ബാധ്യസ്ഥമാകുന്നതിനോടൊപ്പം തന്നെ മറ്റ് മീൻസുകളിലൂടെ, അതായത് മറ്റു മാർഗങ്ങളിലൂടെ സംസ്ഥാന പൊതുഖജനാവിലേക്ക് പണം കൊണ്ടുവരാനുള്ള വഴികൾ കൂടി ഈ ബഡ്ജറ്റിന്റെ ഭാഗമായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ധനകാര്യ വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ശരി, വ്യക്തമാണ്. പ്രൊഫസർ എ ജോർജ്, 10 വർഷത്തിന് ശേഷമാണ് UDFന്റെ കയ്യിൽ ഭരണമെത്തുന്നത്. ജനങ്ങൾ ഒട്ടേറെ പ്രതീക്ഷയിലാണ്. ഈ ബഡ്ജറ്റിൽ സാമൂഹിക ക്ഷേമ പദ്ധതികൾ എന്തൊക്കെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ സാധാരണയൊക്കെ ഒരു സർക്കസ് കൂടാരത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു ബാലൻസിങ് എക്സസൈസിലൂടെ മാത്രമേ ഈ പ്രാവശ്യത്തെ ബജറ്റ് ബഹുമാനപ്പെട്ട VD സതീശൻ അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. കാരണം ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നിരന്തരമായി നമ്മൾ കഴിഞ്ഞ ഒരു മാസമായി, ഇപ്പോൾ ഇന്ന് യാദർച്ഛികമായി VD സതീശന്റെ മന്ത്രിസഭ അധികാരമേറ്റിട്ട് കൃത്യം ഒരു മാസം തികയുകയാണ്. കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അപ്പോൾ ഈ ഒരു മാസത്തിനകം നടത്തിയതായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ജനങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ പരിഹൃതമാകുന്നില്ല. താങ്കൾ ചോദിച്ചതുപോലെ, അല്ലെങ്കിൽ ഇവിടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് വസന്ത് തെങ്ങമ്പള്ളി പറഞ്ഞതുപോലെ, ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു സമീപനമായിരിക്കണം ബഡ്ജറ്റ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതെങ്കിലും ചില കുറുക്കു വഴികളിലൂടെ, ചെപ്പടി വിദ്യകളിലൂടെ ഒരു ജനോപകാരപ്രദമായിട്ടുള്ള ഒരു സർക്കാരിന് നിരന്തരം പ്രവർത്തിക്കാനായി സാധിക്കുകയില്ല എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞതാണ്. ഇപ്പൊ ജെയിംസ് ചോദിച്ച ചോദ്യത്തിലെ പ്രധാന കാര്യം, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ധനസ്ഥിതി വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഈ സർക്കാർ അധികാരമേറ്റിരിക്കുന്നത്. ഇവിടെ തന്നെ അതിനെ സംബന്ധിച്ച് വലിയ തർക്ക വിതർക്കങ്ങളൊക്കെ നടന്നല്ലോ. അതായത് മുൻ ധനകാര്യമന്ത്രി ബഹുമാനപ്പെട്ട KN ബാലഗോപാൽ പറഞ്ഞു, ഞങ്ങളൊക്കെ ഇറങ്ങിപ്പോയപ്പോൾ 6000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയത് എന്ന് പറഞ്ഞു. അവിടെ വലിയ ഒരു മറച്ചുവെച്ച മറ്റൊരു യാഥാർത്ഥ്യം, സത്യം ഉണ്ടെന്നുള്ളത് സാമ്പത്തികം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. കാരണം 10,000 കോടികളുടെ കുടിശ്ശിക പലയിടങ്ങളിലായി കൊടുത്തു തീർക്കാനുള്ള ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം അവകാശപ്പെട്ടത് 6000 കോടി രൂപ ഞങ്ങൾ ട്രഷറിയിൽ വെച്ചിട്ടാണ് അധികാരം ഒഴിയുന്നതെന്ന്. അപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം, കോടിക്കണക്കിന് രൂപ കോൺട്രാക്ടർമാർക്ക് അവർ ജോലി ചെയ്തതിന്റെ പേരിൽ കൊടുക്കാനുണ്ട്. അധ്യാപകർക്ക് അതുപോലെ ജീവനക്കാർക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപ കുടിശ്ശിക കൊടുക്കാനുണ്ട് DA DR ഇനത്തിൽ. അതുപോലെ തന്നെ ആശുപത്രികളിൽ മരുന്ന് കൊടുത്ത കോർപ്പറേഷന് പണം കൊടുക്കാനുണ്ട്. അങ്ങനെ നിരവധി ഏജൻസികൾക്ക് കോടികൾ, ശതകോടികൾ കൊടുക്കാൻ ബാക്കി ഇട്ടിട്ട് പറയുകയാണ് ഞങ്ങൾ 6000 കോടി വെച്ചിട്ടാണ് ഞങ്ങൾ പുറത്തു പോയിരിക്കുന്നതെന്ന്. അവിടെ തന്നെ അതൊരു വെറും പൊള്ളയായ വാദമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണല്ലോ ബഹുമാനപ്പെട്ട ധനമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് ജനങ്ങളെ ഇങ്ങനെ ഇരുട്ടിൽ നിർത്തുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ധവളപത്രം പുറപ്പെടുവിക്കാനായി ഒരു തീരുമാനമെടുക്കുകയും ശരവേഗത്തിൽ ആ ഒരു ധവളപത്രം തയ്യാറാക്കി പൊതുസമൂഹത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അവിടെ അതിന്റെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ. അവിടെ നമ്മളൊക്കെ നേരത്തെ ഈ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് C&AG റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ആകെ കടമെന്ന് പറയുന്നത് 6 ലക്ഷം കോടിയിൽ അപ്പുറമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ധവളപത്രം വന്നപ്പോൾ അത് 5.07 ലക്ഷം കോടിയായി മാറിയിരിക്കുന്നു. ഞാനത് മനസ്സിലാക്കിയത്, എന്റെ അന്വേഷണത്തിലും പഠനത്തിലും ഞാൻ മനസ്സിലാക്കിയത്, കിഫ്ബി ഉണ്ടാക്കിയതായിട്ടുള്ള കടം ഇതിനകത്ത് ചേർക്കാതെയാണ് നേരത്തെ CAG പറഞ്ഞിരുന്ന 6 ലക്ഷം കോടി 5.07 ലക്ഷം കോടിയായി മാറിയത് എന്നാണ് സാമ്പത്തിക വിദഗ്ധരുമായി ഒക്കെ എന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് പോകട്ടെ, അതിന്റെ എന്തായാലും 5 ലക്ഷത്തിനും 6 ലക്ഷം കോടിക്കും ഇടയ്ക്ക് കടബാധ്യത ഉണ്ട് എന്നുള്ള ഒരു സത്യമാണല്ലോ. ഇവിടെ നമ്മൾ കാണേണ്ടതായ ഒരു കാര്യം, ജെയിംസ് ചോദിച്ച ചോദ്യത്തിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമ്മൾ വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും, എങ്ങനെയാണ് ധനം സമാഹരിക്കുന്നത്, അവിടെയാണ് നമ്മൾ പ്രധാനമായി ഈ ഗവൺമെന്റിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള പ്രാഗൽഭ്യം തെളിയിക്കേണ്ടത്. ഇവിടെ നിരവധിയായിട്ടുള്ള കേന്ദ്രങ്ങളുണ്ട് നമുക്ക് സമാഹരിക്കുന്നതിനായി, അല്ലെങ്കിൽ ധനം സമാഹരിക്കുന്നതിനായി നിരവധി പ്രഭവ കേന്ദ്രങ്ങളുണ്ട്. നികുതി, അതായത് കിട്ടേണ്ട സ്ഥലത്തുനിന്ന് യഥാസമയം നികുതി ശേഖരിക്കുന്നുണ്ടോ, നികുതി വെട്ടിപ്പുകാരെ തടയാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നികുതിയുടെ ഘടനയിൽ തന്നെ ഒരു സമീകരണമൊക്കെ ഉണ്ടാക്കി സർക്കാരിലേക്ക് അതെങ്ങനെ വരുമാനം കൂട്ടാനായി സാധിക്കും, അതിന്റെ മറ്റ് സാധ്യതകൾ എന്താണ് എന്നുള്ളത് ഒരു ഭാഗത്തോടെ ചിന്തിക്കുന്നതോടൊപ്പം
നമ്മൾ എക്കാലവും കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിനെ കുറിച്ച് പറഞ്ഞിരുന്ന ഒരു ശക്തമായ ആരോപണമായിരുന്നു വൻപിച്ച ധൂർത്തും യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയും ഇല്ലാതെയുള്ള സാമ്പത്തിക ദുർവിനിയോഗവും. അപ്പോൾ അവിടെ ചെലവ് കുറച്ച് വരവ് കൂട്ടിക്കൊണ്ടുള്ള ഒരു ബാലൻസിങ് എക്സസൈസിലൂടെയാണ് ബഹുമാനപ്പെട്ട സതീശൻ വരുന്ന 5 വർഷം ഈ കേരളത്തെ ഭരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ബാധ്യതകൾ ഒട്ടും ചെറുതല്ല. അതായത് KSRTC സൗജന്യ യാത്ര കൊണ്ട് അതിന്റെ പകരമായി പണം KSRTCക്ക് കൊടുക്കണം. ഇനിയിപ്പോൾ നാളെ വരാൻ പോകുന്ന ബജറ്റിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ചില പ്രഖ്യാപനങ്ങളൊക്കെ കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ്. 1000 രൂപ വെച്ച് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം. അതുപോലെ തന്നെ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായേ മതിയാവുകയുള്ളൂ. കാരണം ഈ സർക്കാർ അധികാരത്തിൽ ഏറുന്നതിന് മുൻപ് നടത്തിയതായ പൊതു പ്രഖ്യാപനങ്ങൾ നമ്മളൊക്കെ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ പ്രകടന പത്രിക എന്ന് പറയുന്നതിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ഈ സർക്കാരിനുള്ളത് കൊണ്ട് അത് വരുത്താൻ പോകുന്ന സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചും ഈ സർക്കാരിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിക്കുക, വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തി അവിടെയുള്ള പാളിച്ചകൾ മാറ്റുക, അവിടെയുള്ള ലൂപ്പ് ഹോളുകളൊക്കെ അടയ്ക്കുക. അങ്ങനെ ഒരു ഭാഗത്തൂടെ വിഭവ സമാഹരണത്തിനുള്ള ഊർജിത യത്നവും അതോടൊപ്പം മറുഭാഗത്ത് താരതമ്യേന നമുക്ക് നിയന്ത്രിക്കാവുന്ന ചെലവുകൾ ചുരുക്കിയൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് എന്റെ പ്രാഥമികമായ നിരീക്ഷണം. ശരി, വ്യക്തമാണ്. ശ്രീ TS ചന്ദ്രൻ, ചെറുകിട വ്യവസായ മേഖല ബഡ്ജറ്റിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? കേരളത്തിലെ സംരംഭകർക്ക് പ്രവർത്തന മൂലധനം ഉൾപ്പെടെയുള്ളവ സമാഹരിക്കാനുള്ള നടപടികൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നുണ്ടോ? വളരെ പ്രതീക്ഷയോടെ കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു സർക്കാരാണ് പുതുതായി അധികാരം ഏറ്റെടുത്തിട്ടുള്ളത് BDSന്റെ നേതൃത്വത്തിൽ എന്ന് പറയട്ടെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കന്നി ബജറ്റാണ് വരാൻ പോകുന്നത്. ഇനിയിപ്പോ വളരെ അടുത്ത് തെരഞ്ഞെടുപ്പോ കാര്യങ്ങളോ ഒന്നും വരാനുമില്ല. അപ്പൊ ഒത്തിരി ഈ ജനങ്ങളെ അല്ലെങ്കിൽ സുഖിപ്പിക്കുന്ന അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒത്തിരി പ്രോജക്റ്റുകളും പദ്ധതികളും ഇതിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കാനും കഴിയില്ല. അതിന് വേറെയും കാരണങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ധനസ്ഥിതിയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച അദ്ദേഹം സൂചിപ്പിച്ചു, ധനസ്ഥിതി വളരെ 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 പരിതാപകരമായ അവസ്ഥയിലാണ്. ഖജനാവിലില്ല. പക്ഷെ എങ്ങനെ ഇതൊക്കെ കൊടുക്കും, എങ്ങനെ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തും എന്നുള്ളതൊക്കെ വലിയ ഒരു ടാസ്ക്കാണ്. കഴിഞ്ഞ അവസാനം ശ്രീ ബാലഗോപാൽ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റില് 1800 കോടി രൂപയാണ് ചെറുകിട വ്യവസായ മേഖലയ്ക്ക് മാറ്റിവെച്ചത്. അത് കൊച്ചി പാലക്കാട് ഇൻഡസ്ട്രിയൽ കോറിഡോറിന് 200 കോടി ഉൾപ്പെടെ, ലാർജ് ആൻഡ് മീഡിയത്തിന് ഉൾപ്പെടെ, നാനോ, KSIDC അങ്ങനെ എല്ലാവർക്കും ചേർന്ന് ഇപ്പൊ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ, ഇൻഡസ്ട്രിയൽ പാർക്കുകളുടെ നവീകരണം, അങ്ങനെ എല്ലാം കൂടി ഒരു 1800 കോടി രൂപ ചെറുകിട വ്യവസായ മേഖലയ്ക്ക് കഴിഞ്ഞ ബഡ്ജറ്റില് ബഹുമാനപ്പെട്ട രാജഗോപാൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ ബഡ്ജറ്റിൽ വലിയ ഒരു പ്രതീക്ഷ, വലിയ ഒരു തുകയൊക്കെ ഈ മേഖലയ്ക്ക് കിട്ടും എന്ന് ഞാൻ വ്യാമോഹിക്കുന്നില്ല. ഒന്നാമത് അതിന്റെ കാരണം നമുക്കറിയാം, നമ്മുടെ വരുമാനത്തിന്റെ സിംഹഭാഗവും 77.6% ശമ്പളം, പെൻഷൻ, അതുപോലെ തന്നെ പലിശ ഈ ഇനത്തില് പേ ചെയ്യുന്ന ഒരു സർക്കാരാണ്. അത് ദേശീയ ശരാശരിയേക്കാൾ എത്രയോ ഉയർന്നതാണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് വലിയ ഒരു പ്രഖ്യാപനമൊന്നും ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഈ ഇന്ദിരാ ഗ്യാരണ്ടി, അതാണ് ചെറുകിട വ്യവസായത്തിന് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പുതിയ ആളുകളെ, പുതിയ സംരംഭകരെ, യുവാക്കളെ പര്യാപ്തമാക്കുന്നതിന് മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു 5 ഘടകങ്ങളിൽ ഒരു ഘടകം ഈ വ്യവസായം സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിപ്പോ സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ സാമ്പത്തിക ബാധ്യതയൊന്നും വരുന്നതല്ല. ഇപ്പൊ തന്നെ 10 ലക്ഷം രൂപ വരെയുള്ള വായ്പ 6% പലിശ ഇളവ് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഒരു പദ്ധതി നിലവിലുണ്ട്.
അപ്പൊ ഇത് 5 ലക്ഷം രൂപ പൂർണ്ണമായും പലിശ ഇല്ലാതെ കൊടുക്കണം. അതാണ് ഇന്ദിര ഗ്യാരണ്ടിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യം. ഉറപ്പായിട്ടും ആ പദ്ധതി ഈ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്ന കാര്യത്തിന് ആർക്കും ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. കാരണം അതിന് വേണ്ടി വരുന്ന ഒരു ധനച്ചെലവ് എന്ന് പറയുന്നത് അത്ര വലിയൊരു തുകയല്ല, അത് മാനേജബിൾ ആയിട്ടുള്ള ഒരു തുകയാണ്, വളരെ ചെറിയ ഒരു തുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ബജറ്റിൽ തന്നെ 17 കോടി രൂപ സൂക്ഷ്മ സംരംഭങ്ങളുടെ പലിശ ഇളവ് കൊടുക്കുന്നതിന് നാനോ സംരംഭങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പൊ അത്രയും തുക പോലും വേണ്ടി വരില്ല. ശരിക്കും പറഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ സർക്കാരിന് ഈ പറയുന്ന പലിശ രഹിത വായ്പ കൊടുക്കുന്നതിന് മിക്കവാറും അത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി കഴിഞ്ഞ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ KM മാണി അദ്ദേഹം ഒരു യങ്സ്റ്റേഴ്സിന് വേണ്ടി, സ്റ്റാർട്ടപ്സിന് വേണ്ടി ഒരു പദ്ധതി നടപ്പാക്കിയിരുന്നു. അതിന് പലിശ ഇളവൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കൊളാട്രൽ ഫ്രീ ആയിട്ട് ലോൺ കൊടുക്കാനൊക്കെ ഉള്ള ഒരു പ്രൊജക്ഷൻ, ഒരു സ്കീം ഉണ്ടായിരുന്നു. അന്നും ഈ പറഞ്ഞ പോലെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെയാണ് അതിനെ എൻട്രസ്റ്റ് ചെയ്തത്. അപ്പൊ ഇപ്പോഴും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി 5 ലക്ഷം രൂപ വരെ ഈ സ്റ്റാർട്ടപ്പുകൾക്കും പുതു സംരംഭകർക്കും പലിശരഹിത വായ്പ കൊടുക്കാനുള്ള ഒരു സ്കീം ഇതിലുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ചെറുകിട വ്യവസായ മേഖലയില് എക്സിസ്റ്റിംഗ് സംരംഭകരെ സംബന്ധിച്ച് നിലവിലുള്ളത്, ഈ എക്സിസ്റ്റിംഗ് സംരംഭകര് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെ ആശ്രയിക്കുന്ന ഒരു വലിയ സാമ്പത്തിക സഹായ പദ്ധതി എന്ന് പറയുന്നത് ESS എന്ന് പറയുന്ന പദ്ധതിയാണ്, എന്റർപ്രണർ സപ്പോർട്ട് സ്കീം. അത് വർഷങ്ങളായി നടപ്പാക്കി വരുന്ന വളരെ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്റർപ്രണർ സപ്പോർട്ട് സ്കീം. ഈ സ്കീം പ്രകാരം കേരളത്തിൽ ഏതൊരു സംരംഭകൻ ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 15% മുതൽ 45% വരെ ഇൻവെസ്റ്റ്മെന്റ് ബാക്ക്ഡ് സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ്. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിനെല്ലാം ഇതിന് എലിജിബിലിറ്റി ഉണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ 2013 ശേഷം പാസാക്കി എഗ്രിമെന്റ് വെച്ചിട്ടുള്ള യൂണിറ്റുകൾക്ക് ഇതിന്റെ തുക വിതരണം ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ 2013 ശേഷം 2023 ശേഷം 2023 ശേഷം പാസാക്കി വെച്ചിട്ടുള്ള അപേക്ഷകൾക്ക് എഗ്രിമെന്റ് വെച്ചിട്ടുള്ളവർക്ക് പൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നിൽക്കുമ്പോൾ തന്നെ അതിനുശേഷവും നിരവധി അപേക്ഷകൾ ഇത് കിട്ടിയിട്ടുണ്ട്, നിരവധി അപേക്ഷകൾ പാസ്സാക്കിയിട്ടുണ്ട്, നിരവധി അപേക്ഷകൾ പ്രോസസ്സിംഗിലാണ്. എങ്ങനെയൊക്കെ നോക്കിയാലും ശരി, ഒരു 500 കോടി രൂപ ഈ എക്സിസ്റ്റിംഗ് സംരംഭകരുടെ ഈ എന്റർപ്രണർ സപ്പോർട്ട് സ്കീം എന്ന് പറയുന്ന ഏറ്റവും ആകർഷകമായി വളരെ വിജയകരമായി നടപ്പാക്കി വന്നിരുന്ന ഈ പദ്ധതിയുടെ കുടിശ്ശിക തീർക്കാൻ വേണം. അതിന് എന്തെങ്കിലും ഒരു പ്രൊവിഷൻ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്ന് സാധാരണ വ്യവസായികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി നിവേദനങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലൊരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ട് എന്ന് അറിയാം. ശരിയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീമതി വിനീത ഹരിഹരൻ, കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. എന്താണ് മറുപടി? ഇത് കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഡിബേറ്റ് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് കേരളത്തിന്റെ ഫെയിലിയേഴ്സ് നമ്മൾ കേന്ദ്രത്തിൽ ചൂണ്ടിക്കാട്ടി കേന്ദ്രം സംസ്ഥാനത്തിന് ബഡ്ജറ്റ് തരുന്നില്ല, ഫണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞ് കുറെ കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണത്. പക്ഷേ റിയാലിറ്റി എല്ലാവർക്കും അറിയാം. അത് ഫസ്റ്റ് ഓഫ് ഓൾ കേരളത്തിന്റെ ഒരു ബഡ്ജറ്റിന്റെ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ, എല്ലാ സ്റ്റേറ്റ്സിന്റെ കമ്പാരിസണിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം ഫിസ്ക്കൽ ഡെഫിസിറ്റും വളരെയധികം ആയിട്ട് ഒരു സ്ട്രെസ്സിലും സ്ട്രെയിനിലും ഇരിക്കുന്ന ഒരു ബഡ്ജറ്റാണ് കേരള ബഡ്ജറ്റ്. ഇപ്പോൾ കേരളത്തിന്റെ ഒരു ട്രഡീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ കുറേ റെമിറ്റൻസ് എക്കോണമിയിലാണ് നമ്മുടെ ഒരു ഡിപ്പെൻഡൻസ് ഉണ്ടായിരുന്നത്. പാസീവ് എക്കോണമിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. NRI റെമിറ്റൻസസ് ഒരുപാട് പെർസെൻറ്റേജ് ഓഫ് ദി ഇൻകം NRI റെമിറ്റൻസസ് എന്നാണ് വരുന്നത്. അതിൻ്റെ പുറമെ ലോട്ടറിയും ലിക്കറും. അപ്പോൾ കേരളത്തിന്റെ ഇൻഹെറൻറ്റ് സോഴ്സ്
സോഴ്സസ് ഓഫ് ഇൻകം ഇല്ല. നമ്മുടെയായ ഇൻകമിന്റെ സ്രോതം നമുക്ക് ഇല്ല. റവന്യൂ ഡെഫിസിറ്റും കൂടുതലാണ്. പിന്നെ റവന്യൂ ഒരു 70% ഓഫ് ദ റവന്യൂ എക്സ്പെൻഡിച്ചർ നമുക്ക് പോകുന്നത് പെൻഷൻസും കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചേഴ്സ് ആണ്, കമ്മിറ്റഡ് ലയബിലിറ്റീസ് ആണ്, സ്റ്റേറ്റിന്റെ സാലറീസും എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻഡിച്ചറിലാണ്. അപ്പോൾ നമുക്ക് കേപെക്സ് നമ്മൾ പറഞ്ഞ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് പോകുന്നത് 40% ഓഫ് ദ ഫിസിക്കൽ ഡെഫിസിറ്റ് മാത്രമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് പോകുന്നത് കേരളത്തിന്റെ ബജറ്റിൽ ട്രഡീഷണലി നോക്കുകയാണെങ്കിൽ ഓവർ ദി ഇയേഴ്സ്. പക്ഷേ നാഷണൽ ആവറേജ് 93% ആണ്. 93% ഓഫ് ദ ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മൾ ചെലവാക്കുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ അർത്ഥം അസറ്റ് ക്രിയേഷനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെന്റിന് ഫണ്ട്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഹാവിങ് സെഡ് ദാറ്റ്, നമ്മൾ പറയുന്ന ഒരു വിഷയം ചോദിച്ചത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റിന് സപ്പോർട്ട് ചെയ്യുന്നില്ലേ എന്നാണ്. ഇപ്പോൾ നമ്മൾ ട്രഡീഷണലി നോക്കുകയാണെങ്കിൽ ബൈ ഡെവല്യൂഷൻ ഓഫ് ടാക്സസ് ആൻഡ് ഗ്രാൻസ്, കേരള ഇസ് വൺ ഓഫ് ദ ഹയസ്റ്റ് റെസിപ്പിയൻസ് compared to so many states in India. One of the highest recipient states ആണ് കേരളം. അപ്പോൾ എവിടെയാണ് നമ്മൾ കൊടുക്കാണ്ടിരിക്കുന്നത്? കേന്ദ്രത്തിന് കേരള ഒരു സ്റ്റേറ്റ് ആണ്. 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറീസിലെ ഒരു സ്റ്റേറ്റ് ആണ് കേരളം. അപ്പോൾ അതിൻ്റെ ഫിസിക്കൽ ഡെവല്യൂഷനും ഫിസിക്കൽ ഡിസിപ്ലിനും അതൊക്കെ നോക്കിയിട്ടാണ്, ആ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കിയിട്ടാണ് കേന്ദ്രം ഇപ്പോൾ സഹായം കൊടുക്കാൻ പറ്റുക കേന്ദ്രത്തിന്. കുറേ ഫിസിക്കൽ ഡിസിപ്ലിൻ്റെ കുറേ പാരാമീറ്റേഴ്സും മാനദണ്ഡം കൊടുത്തിട്ടുണ്ടായിരുന്നു കേന്ദ്രം. അതൊക്കെ പാലിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ കേന്ദ്രത്തിന് ചുരുക്കേണ്ടി വന്നത്. ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് ഫണ്ട്സ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റാത്തത് ബിക്കോസ് ഓഫ് ഫിസിക്കൽ ഡിസിപ്ലിൻ്റെ കുറേ പാരാമീറ്റേഴ്സ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് അത് പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇതൊരു ലാപ്പിൽ മാത്രമാണ് കുറച്ച് ഫണ്ട് നമുക്ക് വിത്ത് ഹോൾഡ് വരേണ്ടി വന്നത്. പക്ഷേ അതില്ലാണ്ട് തന്നെ നമ്മൾ ട്രഡീഷണലി നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഷെയർ കേരളത്തിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അതില്ലാണ്ട് നമുക്കിപ്പോൾ ഈ ബജറ്റിന്റെ സംസാരത്തിന്റെ ഒരു ഡിസ്കഷനാണ് നടക്കുന്നത്. ഇപ്പം നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇൻഹെറന്റ് സോഴ്സസ് ഓഫ് ഇൻകം ആണ് നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ. ഇപ്പം ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, നമ്മുടെ കോയർ, കാഷ്യൂ, ഹാൻഡ്ലൂം, ഇതൊക്കെ നമ്മൾ ഇറ്റ്സ് വെരി പിറ്റിയബിൾ സ്റ്റേറ്റിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ദർ ഇസ് നോ അതിൻ്റെ ഒരു മെഷീനറി ഡെപ്ലീറ്റഡ് ആണ്, അവരുടെ ഒരു കപ്പാസിറ്റി ഭയങ്കര വേഴ്സ്റ്റ് കണ്ടീഷനിലാണ്. അപ്പോൾ അതൊക്കെ ഇൻഹെറന്റ്ലി നമുക്ക് അത് വർദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കോയർ, കാഷ്യൂ, ഹാൻഡ്ലൂം സെക്ടർ. അതില്ലാണ്ട് കോക്കനട്ടിൻ്റെയും കുറേ ഇൻഹെറന്റ് പവർ ഉള്ളത്, പൊട്ടൻഷ്യൽ ഉള്ളത് ഒക്കെ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് ആണ് ഇപ്പോൾ അതിൻ്റെ ലിവറേജ് ചെയ്യണത്, അതിൻ്റെ പൊട്ടൻഷ്യൽ. തമിഴ്നാടു, കർണാടക ഇങ്ങനത്തെ സ്റ്റേറ്റ്സ് ആണ് ഇപ്പോൾ കോയറിൻ്റെ വലിയ വ്യവസായങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത് നെയ്ബറിംഗ് സ്റ്റേറ്റ്സിലാണ്. എന്തുകൊണ്ട് കേരളത്തിൽ അത് തുടങ്ങാൻ പറ്റില്ല? അത് ഇക്കോളജിക്കലി ഫ്രണ്ട്ലി ഇൻഡസ്ട്രി തന്നെയാണ് കോയറും കാഷ്യൂം ഹാൻഡ്ലൂം ഒക്കെ നമ്മൾ പറയണത്. അതില്ലാണ്ട് തന്നെ നോളേജ് എക്കോണമി, ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളത്തിൽ നോളേജ് എക്കോണമി ഡെവലപ്പ് ചെയ്യാനായിട്ട്. IT ഹബ്സും ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും ഒക്കെ ഉണ്ട്. പക്ഷേ അതില്ലാണ്ട് തന്നെ നമുക്ക് കുറേയും കൂടി നമുക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ കുറേയും കൂടിയും ഇൻഫോ പാർക്സും അങ്ങനത്തെ ടെക്നോ പാർക്സ് ചെറിയ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ ഒരു പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റേറ്റ് ആണ്. ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ MSMEs സ്റ്റാർട്ടപ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജെയിംസ്. അതും നമുക്ക് വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട് കേരളത്തിൽ. MSMEs സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ട് ഒരുപാട് സ്കീംസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീംസ് ഉണ്ട്. സ്റ്റാർട്ടപ്പ് എക്കോണമിയിൽ ഏറ്റവും നമ്മൾ 3rd in Asia ആണ് ഇപ്പോൾ ഇന്ത്യയിൽ. MSMEസിന് വേണ്ടിയിട്ട് സെൻട്രൽ സെക്ടർ സ്കീംസ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് നേരിട്ടും MSMEസിക്ക് പോണ പദ്ധതികളാണ് ഉള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. അത് നമുക്ക് ലിവറേജ് ചെയ്തിട്ട് അങ്ങനെയാണ് കേരള ഇപ്പോൾ വലിയൊരു MSMEയുടെ വലിയൊരു ലീഡിങ് സ്റ്റേറ്റ് ആയത്. അതുകൊണ്ട് തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ട്രേറ്റ് അവേ സ്കീംസ് MSMEസിക്ക് പോണത് സംവിധാനം ഉള്ളത്. നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻറ്റർഫിയറൻസ് ഇല്ല. പിന്നെ ആ MSMEs ഫോക്കസ് ചെയ്യേണ്ട വിഷയങ്ങൾ നമുക്ക് ഇപ്പോൾ കുറേ ന്യൂ ടെക് ഇന്നോവേഷൻസും റെവല്യൂഷൻസും നടക്കുന്നുണ്ട് എല്ലാ ഗ്ലോബിൽ തന്നെ. AI is one of them. AI-ൽ വളരെ അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമുക്കിപ്പോൾ ഈ ബജറ്റിനും ഇൻകം റവന്യൂ ജനറേഷന്റെ ഫോക്കസ് വരേണ്ടത്. യൂത്തിന് വേണ്ടിയിട്ടുള്ള ജോബ്സ് ഇപ്പോൾ ന്യൂ ടെക്കിനാണ് വേണ്ടത്. ശ്രീമതി വിനിത ഹരിഹരൻ, കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ കാര്യമായ രീതിയിൽ നടപ്പാകുന്നില്ല എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണ്?
കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നില്ല എന്ന് അത് സത്യമല്ല. കേന്ദ്ര പദ്ധതികളുടെ ഒരുപാട് ഒരു ബെനിഫിറ്റ് കേരളത്തിന്റെ യൂത്തും കേരളത്തിന്റെ കുറേ ആൾക്കാരും ഇതിന്റെ ബെനിഫിറ്റ്സ് എടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സ്കില്ലിങ്ങിന്റെ പ്രോഗ്രാം നോക്കുകയാണ്, പ്രധാനമന്ത്രി വികാസ് യോജന എന്ന് പറഞ്ഞ് കൗശൽ വികാസ് യോജന. അതിൽ ഒരുപാട് യൂത്ത് അതിൽ ട്രെയിൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതില്ലാണ്ട് തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ MSMEസിന്റെ കുറിച്ച്, MSMEസിൽ വലിയൊരു ഹബ്ബായി മാറിയിരിക്കുന്ന കേരളം, അതിലൊരു പൊട്ടൻഷ്യൽ ഉണ്ട് കേരളത്തിൽ ഓഫ് കോഴ്സ്. അതില്ലാണ്ട് തന്നെ അത് MSMEസ് ഒരു ഇത്രയും ഒരു ഇൻക്രീസ് വരാനുള്ള കാര്യം കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ഇത് സെൻട്രൽ ഗവൺമെന്റ് സ്കീംസിന്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതില്ലാണ്ട് തന്നെ ഹൈവേ എക്സ്പാൻഷനും അത് വേറെ കുറേ കാര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പാൻഷനും അതൊക്കെ കേന്ദ്രത്തിന്റെ വിഹിതമില്ലാണ്ട് ഇത് നടപ്പിലാക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ സ്റ്റേറ്റിന്റെ വിഹിതമുണ്ട്, അത് ശരിയാണ്. പക്ഷേ സെൻട്രലിന്റെ സപ്പോർട്ട് ഇല്ല എന്ന് അത് ഒരു ഫാൾസ് നാരറ്റീവ് ആണ്. ശരി, ഇപ്പോൾ ഓക്കെ, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, ഇപ്പൊ കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ കർശനമാക്കിയതിനെ സംസ്ഥാന സർക്കാർ വിമർശിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വിഭവശേഷി കൂട്ടുന്നതിൽ മുൻ സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. നിങ്ങൾ ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ല, ഉറപ്പായും. നോക്കൂ ജെയിംസ്, ഇത് നമ്മുടെ ഈ കോർപ്പറേഷനുകളുടെയും ബോർഡുകളുടെയും ലിസ്റ്റ് എടുത്തൊന്ന് പരിശോധിച്ചു നോക്കണം. കേരളത്തിന് നേരത്തെ വിനീത പറഞ്ഞതുപോലെ നമ്മൾ നെയ്ബറിംഗ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാണ് പല കാര്യങ്ങളിലും. അതിന്റെ ഒന്നും ആവശ്യമില്ല. കേരളത്തിൽ മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ സർക്കാരിന് കമ്പനിയുണ്ട്. ഏത് ഈ പറയുന്ന ഇംഗ്ലീഷ് മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യാം, ആയുർവേദിക് മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഈ പറയുന്ന ഏത് വേദത്തിലുള്ള മരുന്നാണെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കേരള സർക്കാരിന് 7 കമ്പനികളുണ്ട്, കോർപ്പറേഷനുകളുണ്ട്. നമുക്ക് കൊയർ ബോർഡ് ഉണ്ട്. നമുക്ക് തെങ്ങ് വ്യവസായവുമായി ബന്ധപ്പെട്ട് അത് വളർത്താനുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെ കേരളത്തിന് ആവശ്യമായതെല്ലാം ഇവിടെ ഉൽപ്പാദിപ്പിക്കാനുള്ള സമയം. ഇപ്പൊ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് കൗൺസിൽ ഓഫ് കേരള എന്താ അതിന്റെ പരിപാടി? അതിന്റെ പരിപാടി കേരളത്തിലെ ഈ പറയുന്ന പച്ചക്കറി കൃഷി വികസിപ്പിക്കുക എന്നുള്ളതാണ്. അവരത് ചെയ്യുന്നുണ്ടോ? കേരള അഗ്രോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്താ അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം? നമ്മളവിടെ ഇനിയും ഈ റബ്ബറിനെയും കാപ്പിക്കുരുവിനെയും ഒക്കെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുക എന്ന് പറയുന്നത് ശരിയല്ല. കാലാനുസൃതമായ മാറ്റം കൃഷിയിലും നമുക്ക് ആവശ്യമാണ്. ഇപ്പോ ഈ പറയുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് സ്വീറ്റ്സ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഈ പറയുന്ന ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. റബ്ബർ വെട്ടി മാറ്റിയിട്ട് ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്ന ഒരാളാണ്, ഒരു റബ്ബർ കർഷകന്റെ മോനാണ്, ആ ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ റബ്ബറിന്റെ കാലം കഴിഞ്ഞെങ്കിൽ നമ്മൾ ട്രോപ്പിക്കൽ പ്ലാന്റ്സിലേക്ക് മാറണം. അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് കർഷകരിലേക്ക് അതിന്റെ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് കൃഷി വകുപ്പും ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച വിവിധ ബോർഡുകൾ, ഡിപ്പാർട്ട്മെന്റുകൾ, കോർപ്പറേഷനുകളൊക്കെയാണ്. അവരെല്ലാം വെള്ളാനകളായി കഴിഞ്ഞ 10 വർഷക്കാലം കിട്ടുന്ന പണം മേടിച്ച് തിന്ന് പൊണ്ണിച്ചതല്ലാതെ വേറൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് സ്വയം പര്യാപ്തത വരിക്കാൻ ഇപ്പോ ഗാന്ധിയുടെ ഗ്രാം സ്വരാജ് എന്നൊക്കെ പറഞ്ഞ പോലെ കേരള സ്വരാജായി മാറാൻ നമുക്ക് വലിയ പാടൊന്നുമില്ല. എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ആ മെഷീനറികളെല്ലാം ഒന്ന് തട്ടി ഉണർത്തി കൃത്യമായി വർക്ക് ചെയ്തെടുപ്പിച്ചാൽ മതി. അത് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ നമുക്ക് ഒരു ഇനീഷ്യൽ ഫണ്ടിന്റെ ആവശ്യം ഉണ്ടാവും. അതിനെ മേക്കപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായി ഈ സർക്കാരിന് വരും. 1. 2, ബട്ട് ഈ പറയുന്ന ദൂർത്ത് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നേരത്തെ ജോർജ് സാർ സൂചിപ്പിച്ചു, സിയാനജി റിപ്പോർട്ടിൽ അടക്കം വിവിധ ടാക്സ് ലൂട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ മുൻകാല സിയാൻഡേജി റിപ്പോർട്ടുകൾ. ആ ടാക്സ് ലൂട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബാർ മുതലാളിമാരുടെ TOT ആണ്. 706 കോടി രൂപയാണ് പിരിച്ചെടുക്കാനുള്ളത്. ഈ പറയുന്ന ക്രഷറി മുതലാളിമാരിൽ നിന്ന് എടുക്കാനുള്ള 1000 കോടിയോളം രൂപ വരും. അപ്പോ ആ പൈസ മാത്രം കളക്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, ടാക്സ് ലൂട്ട് ഉണ്ടാവുന്നത് ക്ലോസപ്പ് ചെയ്യാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ അതിന് തടയിടാൻ സാധിച്ചാൽ നമുക്ക് ആ പൈസ മതി. പ്രിയദർശിനി വളരെ ഈസി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോ കൃത്യമായ ഒരു ഈ പറയുന്ന സർവൈലൻസ്, ടാക്സ് സർവൈലൻസ് അത് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ മുന്നോട്ട് പോകൽ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. GST അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഈ പറയുന്ന വിജിലൻസ് അത്തരം കാര്യങ്ങളുമായി മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് ടാക്സ് സർക്കാരിലേക്ക് വരുന്നത് വഴിയിൽ വെച്ച് ഇല്ലാതാവുന്നുണ്ടെങ്കിൽ അത് ആ ചോർച്ച അടയ്ക്കണം. ചോർച്ച അടയ്ക്കാതെ വീട്ടിൽ അയ്യോ വെള്ളം കയറുന്നേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വെള്ളം കയറി മുങ്ങാൻ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് ഓടിന്റെ ചോർച്ച അടയ്ക്കാതിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ ഓടിന്റെ ചോർച്ച ആദ്യം അടയ്ക്കണം, ടാക്സ് ലൂട്ട് ക്ലോസ് ചെയ്യണം. 1. 2, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സ്വയം പര്യാപ്തമാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും, എല്ലാ മെഷീനറികളും, എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പോ കേരളത്തെ പേരുകൊണ്ട് തന്നെ നമ്മൾ കേരളമാണ്. എന്നിട്ട് നമ്മൾ തേങ്ങ മേടിക്കുന്നത് തമിഴിന്റെ നിന്നാ.
തമിഴ് തേങ്ങ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ കയർ വ്യവസായത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആലപ്പുഴ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എവിടെ നിന്നാ കയർ ഇപ്പോ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത് സൗത്ത് ഇന്ത്യയും നമുക്കറിയാലോ. കേരള റൈസ് ലിമിറ്റഡ് എന്നൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഗ്ലൂക്കോമിക്സ് ഇൻഡെക്സ് കുറഞ്ഞ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്താ നമുക്ക് സാധിക്കാത്തത്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഷുഗർ പേഷ്യൻസ്, ഡയബറ്റിക് പേഷ്യൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന കൊളസ്ട്രോൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ പരിഹാരം ഉണ്ടാവും. അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് പ്രൈവറ്റ്, അതൊക്കെ കണ്ടുപിടിക്കേണ്ടത്, ആ മേഖലയിൽ റിസർച്ച് നടത്തേണ്ടത് പ്രൈവറ്റ് മേഖലയിലെ വമ്പന്മാരല്ലെന്നേ. അവരൊരിക്കലും അത് ചെയ്യില്ല. കാര്യം അവർക്കത് ചെയ്താൽ യാതൊരുവിധ ബെനിഫിറ്റും ഇല്ല. അവർക്ക് മറ്റ് കാര്യമാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അത് ചെയ്യേണ്ടത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അങ്ങനെ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഫോർ എക്സാമ്പിൾ ഈ റൈസ് ലിമിറ്റഡ് അടക്കമുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ ഈ ഒരു ഇന്നോവേഷനിലേക്ക്, ഒരു ജനറേഷൻ ചേഞ്ചിലേക്ക്, ഐഡിയകളുടെ കാര്യത്തിൽ അത് പോകണം. അതിന്റെ കോർപ്പറേഷൻ തലവന്മാരുടെ കാര്യത്തിലും അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാണ് എന്റെ അഭ്യർത്ഥനയും ആഗ്രഹവും. കാര്യം ഒരു ജനറേഷൻ ചേഞ്ച് ഉണ്ടായാൽ മാത്രമാണ് കാലത്തിന്, ഇപ്പൊ നമ്മൾ നാടോടുമ്പം നടുവേ ഓടണം എന്ന് പറയില്ലേ ജെയിംസ്, സാധാരണഗതിയിൽ അത് ശരിയാണ്. നാടോടുമ്പോൾ നടുവേ ഓടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പുറകേക്ക് പോവും. അപ്പോ കൃഷി മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, പ്രൊഡക്ഷൻ മേഖലയിൽ, മാർക്കറ്റിംഗ് മേഖലയിൽ, എഡ്യൂക്കേഷൻ സെക്ടറിൽ ഒക്കെ നമുക്ക് നടുവേ ഓടിയേ മതിയാവുകയുള്ളൂ. ഇപ്പൊ നമ്മൾ ഏതാണ്ട് 10 വർഷം പുറകിലാണ്. ഈ കഴിഞ്ഞ സർക്കാർ നമുക്ക് ഉണ്ടാക്കി വെച്ചൊരു ബാധ്യത ഉണ്ട്. ഇപ്പൊ ഞങ്ങള് വൈറ്റ് പേപ്പറിലൂടെ ഇത് അറൌണ്ട് 4 ലക്ഷം 5.5 ലക്ഷം കോടിയാണ് എന്ന് പറഞ്ഞപ്പോ ബാലഗോപാലും പിണറായി വിജയനും ഒക്കെ അതിനെ ഡിഫെൻഡ് ചെയ്ത് 5.5 ലക്ഷം കോടിയില്ല, 5.4 ലക്ഷം കോടിയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നോക്ക് എന്തൊരു രസമാണ്. ഇവര് വരുമ്പോ 1.5 ലക്ഷം കോടിയാണ്. അതായത് EMSന്റെ സർക്കാർ തൊട്ട് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വരെ എടുത്ത കടം 1.5 ലക്ഷം കോടിയേ ഉള്ളൂ. അവരത് അവരുടെ പ്രത്യേക കഴിവുകൊണ്ട് 5.4 ലക്ഷം, അവരുടെ ഭാഷയിൽ 5.4 ലക്ഷം, വൈറ്റ് പേപ്പർ പ്രകാരം 5.5 ലക്ഷം, എന്തു ആയിക്കോട്ടെ, ഏതായാലും 4 ലക്ഷം കോടി രൂപ അധികമായി 10 വർഷം കൊണ്ട്, 50 വർഷം കൊണ്ട് സർക്കാരുകൾക്ക് സാധിക്കാത്തത് EMS തൊട്ട് നായനാര് തൊട്ട് കേക്കർനാരും ഉമ്മൻചാണ്ടിയും ആന്റണിയും അടക്കമുള്ള പരിണിത പ്രജ്ഞർ നോക്കിയിട്ട് നടക്കാത്ത പരിപാടി 10 വർഷം കൊണ്ട് 5 ലക്ഷത്തിലേക്ക് എത്തിക്കാൻ, 5.5 ലക്ഷത്തിലേക്ക് എത്തിക്കാൻ പിണറായി വിജയന് പറ്റി. അപ്പൊ എത്രയോ വലിയൊരു ബേർഡനാണ് ഈ സർക്കാരിന്റെ മുമ്പിലുള്ളത്. അതുകൊണ്ട് നേരത്തെ ഈ ചർച്ചയിൽ പാനലിസ്റ്റായ ഒരാൾ പറഞ്ഞതുപോലെ വലിയ ഈ പറയുന്ന പോപ്പുലർ ആക്ട്സ് അത് ഈ ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം റീസെന്റ് ഇലക്ഷനുകളൊന്നും ഞാനൊരു പൊളിറ്റീഷ്യൻ എന്നതിനപ്പുറത്ത് നിന്നാണ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. റീസെന്റ് ഇലക്ഷൻസ് ഒന്നും ഈ സർക്കാരിനെ ഹോൾഡ് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത് ചെയ്യും എന്ന് എനിക്ക് കിട്ടുന്ന വിവരങ്ങളും പൂർണ്ണമായും അത് നമ്മുടെ ഈ പറയുന്ന മതിൽ കെട്ടുക, കോട്ട പൊളിഞ്ഞു കിടക്കുകയാണ്. കോട്ട പൊളിഞ്ഞു കിടക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ശത്രുക്കൾ വന്ന് കയറും. അപ്പൊ ആ കോട്ട ഉറപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. അടിത്തട്ട് അത് ആ ഒരു ബേസ് പണിതുയർത്തുക എന്നൊരു ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അത് ഈ ബഡ്ജറ്റിൽ ഉണ്ടാവുമെന്നാണ് ഈ പ്രതീക്ഷ. വ്യക്തമാണ്. പ്രൊഫസർ ജോർജ്, അദ്ദേഹം പറഞ്ഞത് ഒരു തലമുറ മാറ്റത്തെക്കുറിച്ചാണ്. നമ്മൾ കേരളത്തിൽ പുതിയ തലമുറ നാട് വിട്ടു പോകുന്നൊരവസ്ഥയാണുള്ളത്. അവർക്ക് ആവശ്യമായ തൊഴിൽ ഇവിടെയില്ല, ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ കുറവാണ്. ഇത്തരം വിഷയങ്ങൾ ബഡ്ജറ്റിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ലേ? ജെയിംസ്, വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് താങ്കൾ സൂചിപ്പിച്ചത്. 2 മേഖലയിൽ വളരെ നിരവധിയായിട്ടുള്ള പഴക്കമുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ ഇരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലെ, ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഭാഗം, ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട് വിട്ട് കേരളത്തിൽ നിന്ന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്ന ഒരു പ്രവണത ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു പരസ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ് ഇതിന്റെ മൂല കാരണം? ജെയിംസിലൊക്കെ അറിയാമല്ലോ. താങ്കൾ കോളേജിൽ പഠിച്ചു, അതേ എൻ്റെ സ്നേഹിതൻ, എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള അഡ്വക്കേറ്റ് വസന്ത് ശ്രീയൊക്കെ പഠിക്കുന്ന കാലത്ത് പോലും ഇതുപോലെയുള്ള ഒരു വലിയ ഒരു എക്സഡസ് ഇംഗ്ലീഷ് പറയുന്ന ഒരു പുറപ്പാട്, അല്ലെങ്കിൽ ഒരു പലായനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നതായിട്ട് തോന്നില്ല. ഞാൻ 40 വർഷമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ പഠിപ്പിച്ച കോളേജുകളിലൊന്നും എൻ്റെ ഒന്നും കാലത്ത്, ഞാനൊരു പഴം തലമുറക്കാരനാണെങ്കിൽ പോലും ഇതുപോലെയുള്ള ഒരു പലായനം ഉണ്ടായിരുന്നിട്ടില്ല. കാരണം എന്താണ്? ഇവിടെ വിദ്യാഭ്യാസം ന്യായമായ രീതിയിൽ ഭംഗിയായി ചെയ്യുവാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല അധ്യാപകരുണ്ടായിരുന്നു. പരീക്ഷകൾ കൃത്യമായി നടക്കുമായിരുന്നു. പരീക്ഷാ ഫലം കൃത്യമായി പുറത്തു വരുമായിരുന്നു. അതുപോലെ തന്നെ ഉപരിപഠനത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വലിയ നോബൽ പ്രൈസുകാരെ ഒന്നും നമ്മൾ കേരളം സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ പോലും സാക്ഷരതയിൽ ഇന്ത്യയിൽ ഒന്നാമതായി നിൽക്കുന്നു എന്ന ഒരു വലിയ വിശേഷം ഉണ്ടായിരുന്നു. അതിൻ്റെയും കൂടെ ഒരു പ്രതിഫലനമായിരുന്നു. നമുക്കറിയാം, ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും അധികം ആളുകൾ മലയാളികളാണ്.
അത് പേർഷ്യൻ രാജ്യങ്ങളിലാണെങ്കിലും ശരി, ഓസ്ട്രേലിയയിലാണെങ്കിലും ശരി, ഇംഗ്ലണ്ടിലാണെങ്കിലും ശരി, അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും സിംഹഭാഗവും മലയാളികളാണ്. അപ്പോൾ ഈ സാക്ഷരതയിൽ നിന്ന് ലഭിച്ചതായ ഊർജം കൊണ്ട് തന്നെയാണ് പലരും തൊഴിൽ തേടിയും അല്ലാതെയൊക്കെ പോകുന്നത്. ഇപ്പൊ അതല്ല, 12ാം ക്ലാസ് കഴിയുമ്പോൾ 17 വയസ്സായ ഒരു കുട്ടി ബാങ്കിൽ നിന്ന് 30-40 ലക്ഷം രൂപ അവന്റെ ഉടമസ്ഥതയിലുള്ള അവന്റെ അച്ഛന്റെയോ അമ്മയുടെയോ വസ്തു പണയം വെച്ച്, ആഭരണങ്ങൾ പണയം വെച്ചാണ് ഈ പറയുന്ന വിദേശ രാജ്യത്തേക്ക് പോകുന്നത്. കാരണം എന്താണ്? അതിന് പ്രധാനമായ കാരണം ഇവിടെ തക്കതായ രീതിയിൽ തൊഴിലധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാഹചര്യമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോളേജുകളെ കുറിച്ച് പറയുമ്പോൾ ഒരു ബിരുദം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദന കേന്ദ്രങ്ങൾ മാത്രമായിരിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതി പറഞ്ഞു, ഇവിടെ കേരളമാണ് മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ കേന്ദ്രത്തിന്റെ ആനുകൂല്യങ്ങൾ സിംഹഭാഗവും പറ്റുന്ന, അല്ലെങ്കിൽ നല്ലായി പറ്റുന്നു എന്ന് പറയുന്നു. അത് ഭാഗികമായി താത്വികമായി ശരിയാണ്. പക്ഷെ എപ്പോഴും കേന്ദ്രത്തിൽ നിന്ന് സഹായം തരുമ്പോൾ അതിന്റെ പിറകിൽ ഒരു ചരട് കൂടി ഇട്ടുകൊണ്ടാണ് കേന്ദ്ര സഹായം തരുന്നതെന്ന് ബഹുമാനപ്പെട്ട പ്രകൃതി മനസ്സിലാക്കണം. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണല്ലോ നമ്മളെ PMC എന്ന് പറയുന്നത്. PMCയുടെ ഫണ്ട് ഇതുവരെ കഴിഞ്ഞ 4 വർഷമായി നഷ്ടപ്പെടുത്താൻ പ്രധാനമായ ഉത്തരവാദിത്വം കഴിഞ്ഞ സർക്കാരായിരുന്നു എന്നുള്ള കാര്യം പറയുന്നു. ഞാൻ അതിലെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. എന്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട്? കേന്ദ്ര ഗവൺമെന്റ് ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണെങ്കിൽ തിരുത്താം. പ്രധാനമന്ത്രിയുടെ ചിത്രം പോലും ഈ PMCയിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂളുകളുടെ മുൻപിൽ പ്രദർശിപ്പിക്കണമെന്ന് പോലും അനുശാസിച്ചിരുന്നതായിട്ടാണ് കേൾക്കുന്നത്. അതിൽ സത്യമല്ലെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് മാത്രമാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് സാമ്പത്തിക സഹായം തന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എവിടുന്ന് വരുന്നതാണ് ഈ കേന്ദ്രത്തിന്റെ പണം? അത് സംസ്ഥാനങ്ങളിൽ നിന്ന് IGST ആയിട്ടും കേന്ദ്ര നികുതിയായിട്ടും GST ആയിട്ടും ഒക്കെ പോകുന്ന തുകയല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അവിടെ ജെയിംസ് ചോദിച്ച പോലെ ഒരു ഔദാര്യമല്ല, മറിച്ച് നമുക്ക് അവകാശപ്പെട്ടതാണ് എന്ന രീതിയിൽ കൊണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന പലായനം തടയാനായി പറ്റുള്ളൂ. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ഉള്ള പദ്ധതികൾ ഇതിലുണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതായത് നൈപുണ്യ വികസനത്തിന് ആവശ്യമായിട്ടുള്ള സാധ്യതകൾ കണ്ടെത്തണം. പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് തൊഴിൽ ലഭിക്കത്തക്ക ഒരു സാഹചര്യം ഉണ്ടാകണം. അതിനാണ് ഇപ്പോൾ പൊതുവായി പറയുന്നത്. നമ്മുടെ പ്രകടന പത്രികയിൽ ഈ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് വ്യാവസായിക സംരംഭങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊള്ള ഇന്റേൺഷിപ്പ്, അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു ഡിഗ്രി പാസ്സായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന് ആവശ്യമായിട്ടുള്ള നൈപുണ്യമുണ്ട് എങ്കിൽ തൊഴിൽ നേടാനുള്ള സാധ്യത ഈ തരത്തിൽ വിപുലീകരിക്കുന്ന, അതാണ് ബഹുമാനപ്പെട്ട നമ്മുടെ കോൺഗ്രസിന്റെ പ്രതി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊഴിൽ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം വളരെ അടിയന്തരമാണ്. പക്ഷെ അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ തരം പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ താങ്കൾ പറഞ്ഞതുപോലെ ഒരു പുതുതലമുറ ജെൻ-Z എന്നൊക്കെ പറയുന്ന ആ ഒരു, അല്ലെങ്കിൽ ജെൻ-C എന്നൊക്കെ പറയുന്ന പുതിയ തലമുറയ്ക്ക് ഉത്തേജനം ലഭിക്കുകയുള്ളൂ. അത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറയട്ടെ ജെയിംസ്, അതായത് നമ്മുടെ GSDPയുടെ എത്ര തുച്ഛമായ ശതമാനമാണ് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഇപ്പോഴും ചെലവഴിക്കുന്നത്. ഗണ്യമായ ഒരു ഭാഗം ചെലവഴിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥയൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. ഒരു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ഒരാളെന്ന രീതിയിൽ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഈ അസാധാരണമായ രാഷ്ട്രീയ അധിനിവേശം അവസാനിപ്പിക്കണം. രാഷ്ട്രീയം പഠിക്കട്ടെ, പക്ഷേ കക്ഷി രാഷ്ട്രീയം പഠിക്കുന്ന താവളങ്ങളായി നമ്മുടെ സ്ഥാപനങ്ങളായി പോയെങ്കിൽ ഇവിടെ വിദേശത്ത് നിന്ന് ആളുകൾ വരും, വിദേശ സർവകലാശാല ഇങ്ങോട്ടൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ശുദ്ധ അസംബന്ധമാണെന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് വിദ്യാഭ്യാസത്തെ സമഗ്രമായി തൊഴിലധിഷ്ഠിതമാകുന്ന പരിപാടികൾ ഈ സർക്കാരിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നല്ല കാഴ്ചപ്പാടുള്ള വിദ്യാഭ്യാസമുള്ള ഒരു മന്ത്രിയാണ്. മുഖ്യമന്ത്രിയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ളയാളാണ്. അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള വിഹിതം ന്യായമായ മാർഗങ്ങളിലൂടെ നേടിയെടുക്കാൻ കേന്ദ്രത്തിന്റെ വ്യവസ്ഥകൾ വളരെ കഠിനമാണ്. ഏതെങ്കിലും തരത്തിലുള്ള വർഗീയവൽക്കരണമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര ഒരു കോപ്പറേറ്റീവ് ഫെഡറൽ സിസ്റ്റം നമ്മളിവിടെ പാലിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന 5 വർഷങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന കൂട്ടത്തിലാണ് എന്നെ പോലെയുള്ള ആൾ. ശരി, വ്യക്തമാണ്. ശ്രീ TS ചന്ദ്രൻ, പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ഭൂമി രജിസ്ട്രേഷൻ, സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നിവയിൽ ഇളവുകൾ നൽകി നിക്ഷേപകരെ ആകർഷിക്കാൻ ബഡ്ജറ്റിൽ നടപടികൾ പ്രതീക്ഷിക്കുന്നുണ്ടോ?
ശരിക്കും പറഞ്ഞാൽ ഈ വ്യവസായികൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഇളവുകളേക്കാൾ ഉപരി നല്ല രീതിയിൽ വ്യവസായം ചെയ്യാനുള്ള ഒരു സോഷ്യൽ ക്ലൈമറ്റ് ആണ്. ഈ രാജ്യത്ത് അതിന്റെ ഫീസ് കൊടുക്കുന്നതിനോ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഒന്നും തന്നെ വ്യവസായികൾ ഒരു 99% വ്യവസായികൾക്കും ബുദ്ധിമുട്ടില്ല. അവർ പറയുന്നത് ഞങ്ങളിത് വ്യവസായത്തിന് ഇതിനു വേണ്ടി രജിസ്ട്രേഷൻ ഫീസ്, അവർ ചുമത്തുന്ന ഫീസ്, അത് മാനേജബിൾ ആയിട്ടുള്ള ഫീസൊക്കെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അത്ര പ്രശ്നങ്ങളില്ല. കേരളത്തിന്റെ പ്രശ്നം എന്താ? മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് വ്യവസായ മേഖലയെ സംബന്ധിച്ച് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് ഇവിടേക്ക് വ്യവസായങ്ങൾ വരുന്നതിന് തടസ്സം നിൽക്കുന്ന വളരെ 1-2 ഘടകങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ചുമട്ടിറക്കുമായി ബന്ധപ്പെട്ട് നോക്കുകൂലി ഈ ലോകത്തെവിടെയെങ്കിലും ഒരു രാജ്യത്ത് നിലവിലുള്ള ഒരു സംവിധാനമാണ് നോക്കുകൂലി. ഇന്നും ഈ നോക്കുകൂലി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എത്ര ട്രേഡ് യൂണിയനുകൾ ഇൻക്ലൂഡിംഗ് INTUC, CITU അല്ലെങ്കിൽ AITUC അല്ലെങ്കിൽ BMS, എത്ര ട്രേഡ് യൂണിയനുകൾ ഇതിനോട് യോജിക്കും? എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോട് യോജിക്കും? പറയും നോക്കുകൂലി ഇല്ല. പക്ഷെ നോക്കുകൂലി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കേരളത്തിൽ. അതുപോലെ തന്നെ വേറെയും പ്രശ്നങ്ങളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നുമില്ലാത്ത കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെ ദോഷമായി ബാധിക്കുന്ന പണിമുടക്കുകൾ, അഖിലേന്ത്യാ പണിമുടക്കുന്ന പേര് പണിമുടക്ക് കേരളത്തിൽ മാത്രം. ഇതും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയാണ് ഇതിന് ഉത്തരവാദി എന്നല്ല ഞാൻ പറയുന്നത്. അവർക്കൊരു പക്ഷെ കുറച്ചും കൂടി സ്വാധീനം ഉണ്ടാവാം. പക്ഷെ മറ്റ് പാർട്ടികളും ഇതിനെല്ലാത്തിലും ഉത്തരവാദിയാണ്. ഈ 2018 കേരള ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് എന്നൊരു നിയമം കൊണ്ടുവരുമ്പോൾ കേരളത്തിലെ അന്ന് ഇൻവെസ്റ്റ്മെന്റിനുള്ള പല ചവിട്ടുപടികളും ഇല്ലാതാക്കാൻ വലിയ ഒരു ശ്രമം നടന്ന ഒരു നിയമമായിരുന്നു അത്. ആ നിയമത്തിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം, അതിന്റെ ഡ്രാഫ്റ്റിൽ വന്ന ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് നോക്കുകൂലി ഇല്ലാതാക്കുന്നു. എല്ലാ വ്യവസായ സ്ഥാപനങ്ങളിലും അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ കയറ്റിറക്കിന് വെക്കുന്നതിന് തടസ്സമുണ്ടായിരിക്കുന്നതല്ല എന്നൊരു ക്ലോസ് ആയിരുന്നു. പക്ഷെ ഇത് നിയമസഭയിൽ പോയി ചർച്ച ചെയ്തപ്പോൾ LDF-ഉം UDF-ഉം ഒരുപോലെ അതിന്റെ CITU, INTUC ഈ യൂണിയനുകളുടെ നേതാക്കൾ എതിർക്കുകയും അതിലിങ്ങനെ ഒരു മാറ്റം വരുത്തിയാണ് ആ ഒരു ക്ലോസ് അംഗീകരിച്ചത്. അതിൽ ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാൽ അതിൽ ടെക്നിക്കൽ എക്സ്പേർട്ട്നെസ് ഉള്ള കേസുകളിൽ ഇങ്ങനെ ഇഷ്ടമുള്ള തൊഴിലാളികളെ വയ്ക്കാം, അല്ലാത്ത എല്ലാ കേസുകളിലും ഇവരെ തന്നെ ഈ ഇപ്പൊ നിലവിലുള്ള ഈ ചുമട്ടുതൊഴിലാളികളെ വെക്കണമെന്നാണ്. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയർ ഇനിയും നമ്മൾ മാറ്റിയെടുത്തില്ല എങ്കിൽ ഈ വ്യവസായമൊക്കെ എവിടെ ചെന്നെത്തും? അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേന്ദ്ര വിഹിതം നേടിയെടുക്കുക എന്ന് പറയുന്നത്. കേരളത്തിൽ പലപ്പോഴും ഈ കേന്ദ്ര വിഹിതം കൃത്യമായിട്ട് പ്രോജക്റ്റ് പ്രപ്പോസലുകൾ കൊടുത്ത് നേടിയെടുക്കാറില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ 2025 കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ചെറുകിട അല്ലെങ്കിൽ വ്യവസായ മേഖലയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ഭവ്യ എന്ന് പറയുന്നത്. ഭാരത് ഔദ്യോഗിക് വികാസ് യോജന എന്നാണ് അതിന്റെ പേര്. ഇതിന്റെ ഔട്ട്ലൈ എന്ന് പറയുന്നത് 33,660 കോടിയാണ്. 33,660 കോടി രൂപ. അത് എയിം ചെയ്യുന്നത് 100 വ്യവസായ പാർക്കുകൾ ഇന്ത്യയിൽ മൊത്തത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ 1-2 ഒരു പാർക്കിന് ഒരു പ്രപ്പോസൽ കൊടുക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും നമുക്കിതിന്റെ ഒരു ഷെയർ കിട്ടുമായിരുന്നു. ദൗർഭാഗ്യവശാൽ അതിന്റെ ഒരു പ്രപ്പോസൽ ഇതുവരെയും സംസ്ഥാനം സബ്മിറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ വലിയൊരു ഭീമമായ ഒരു ഷെയർ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ സെൻട്രൽ ഷെയറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു ഫണ്ട്, ഒരു തുക, ഒരു ആനുകൂല്യം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വേണ്ട, PMശ്രീ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ കഴിയാവുന്നത് ഗവൺമെന്റിന് എങ്ങനെ പറയാൻ കഴിയും? ഗവൺമെന്റിന് നയങ്ങൾ ഉണ്ടാവും, പരിപാടി ഉണ്ടാവും, പ്രോജക്റ്റ് ഉണ്ടാവും, പല നയങ്ങളോടും എതിർപ്പുണ്ടാവും. പക്ഷെ കേരളത്തിലെ ഒരു ശരാശരി മനുഷ്യന്
കിട്ടേണ്ട, ന്യായമായും കിട്ടേണ്ട സെൻട്രൽ ഷെയർ. ആ സെൻട്രൽ ഷെയർ ആദർശത്തിന്റെ പേരിൽ, നയത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ പാർട്ടി പരിപാടിയുടെ പേരിൽ ഞങ്ങൾ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയുടെ ഒരു തീരുമാനമായിട്ട് അംഗീകരിക്കാൻ പറ്റും. ജനങ്ങൾക്ക് ഗുണം കിട്ടേണ്ട കാര്യമല്ലേ, ജനങ്ങളുടെ ഷെയർ അല്ലേ. നമുക്ക് ന്യായമായും എല്ലാവർക്കും കിട്ടുമ്പോൾ, എന്നാൽ നമ്മൾ അതിനു മാത്രം സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ജോർജ് സാർ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണം, കേന്ദ്രത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോ വെക്കണം, പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോ അല്ലേ ഇപ്പൊ വെക്കണം എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണതിന് എന്താ കുഴപ്പം? എനിക്ക് മനസ്സിലായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഒരു ഫോട്ടോയും കൂടി അതിന്റെ അടുത്ത് വെച്ചേക്കണം. പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും മുഖ്യമന്ത്രിയുടെ ഫോട്ടോയും ഇരിക്കട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫോട്ടോയും കൂടി ഇരിക്കട്ടെ. അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം അത് ഒപ്പിട്ടിട്ടില്ല. ഇപ്പൊ LDF ഒപ്പിട്ടാൽ എന്താ കുഴപ്പം? UDF ഒപ്പിട്ടാൽ എന്താ കുഴപ്പം? ഇത് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട പണമാണെന്നേ. ഈ പണത്തിനെതിരെ എങ്ങനെയാണ് ഇത് ഞങ്ങളുടെ ആദർശം സമ്മതിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുക? ശരി, അത്തരം കാര്യങ്ങളൊക്കെ ഈ 3.5 കോടി ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആൾക്കാരാണ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ. ആ ഒരു പാർട്ടി കോൺഗ്രസുകാരന്റെ റെപ്രസെന്റേറ്റീവോ LDFകാരന്റെ റെപ്രസെന്റേറ്റീവോ മാത്രമല്ല, അതും കൂടിയാണ് എന്നേ ഉള്ളൂ. പക്ഷെ അതിലെ മേജർ പോർഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതിനിധിയാണ്. അതുകൊണ്ട് PM ശ്രീയിൽ ഒപ്പിടണം. PM ശ്രീയിൽ നിന്നല്ല, ഏത് ഫണ്ടും കേന്ദ്രത്തിൽ നിന്നും ന്യായമായി ലഭിക്കേണ്ട ഏതൊരു ഫണ്ടും കേരളം മേടിക്കുക തന്നെ വേണം. ഒരു കാരണവശാലും അതിൽ നിന്നും ഒഴിവാകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ ബജറ്റിൽ ഉറപ്പായിട്ടും വ്യവസായ മേഖലയ്ക്ക് ഒരു പുരോഗതി ഉണ്ടാക്കുന്ന നിയമനിർമ്മാണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിലെ ഇളവുകളൊന്നും ഞാൻ തീർച്ചയായിട്ടും അതിൽ പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല, നമ്മുടെ മൊത്തം വരുമാനത്തിന്റെ വളരെ ഒരു ചെറിയ ഷെയർ മാത്രമേ അത് വരുന്നുള്ളൂ. അതിലിപ്പോ വലിയൊരു കുറവ് കൊടുത്താൽ പോലും കാര്യമായ ഒരു നഷ്ടം ഗവൺമെന്റ് ഉണ്ടാവില്ല. പക്ഷെ എങ്കിൽ കൂടി അത് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശരി, വ്യക്തമാണ്. ശ്രീമതി വിനീത ഹരിഹരൻ, ശ്രീ TS ചന്ദ്രൻ പറഞ്ഞതുപോലെ കേരളം കൃത്യമായി പദ്ധതികൾ സമർപ്പിച്ച്, പ്രോജക്റ്റുകൾ സമർപ്പിച്ച് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന വിഹിതം നേടിയെടുക്കുന്നില്ല എന്ന അഭിപ്രായത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? അതെ, ഇത് ഒരു പല പ്രാവശ്യം അങ്ങനെ പ്രോജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ബേസിസിൽ കുറേ പ്രാവശ്യം കേരള ഇത് പിന്നോക്കാണ് മറ്റ് സ്റ്റേറ്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ. ആന്ധ്രാപ്രദേശും തെലങ്കാനയും അങ്ങനത്തെ ഫോർവേഡ് പ്രൊആക്റ്റീവ് സ്റ്റേറ്റ്സ് അവരുടെ DPRസും അവരുടെ പ്രോജക്ട് പ്രപ്പോസൽസും വളരെ വേഗതയിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അവർ അതിൻ്റെ ഒരു പെർസിവിയറൻസ് കൂടിയിട്ട് അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. കേരള കുറച്ച് പ്രൊആക്റ്റീവായിട്ട് അത് ചെയ്യുന്നില്ല എന്ന് ഒരു കാരണം ഉണ്ട്. അത് പക്ഷെ അതില്ലാണ്ട് തന്നെ യൂട്ടിലൈസേഷനും അത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ഗ്രാൻറ്റും ഷെയർ ഓഫ് ടാക്സസും സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടും യൂട്ടിലൈസേഷൻ്റെ റിപ്പോർട്ട്, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് തരുന്നത് പല സ്റ്റേറ്റ്സിനും. അപ്പോൾ കേരള കുറേ പ്രാവശ്യം അത് പിന്നോക്കാണ്. പക്ഷെ അതില്ലാണ്ട് ഇത് നമ്മൾ പറയുന്നത് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഗ്രാൻസ്, അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അത് ഇൻകം ക്രൈറ്റീരിയയും ഡിസ്റ്റൻസ് ഫ്രം ദ പോവർട്ടി ലൈൻ, അങ്ങനത്തെ കുറെ ക്രൈറ്റീരിയ അത് കുറെ കാലങ്ങളുടെ മുമ്പേ ഉണ്ടാക്കിയ ഒരു ഫോർമുലയാണ്. അത് നമ്മൾ മാറ്റിയിട്ടില്ല അതുവരെ. അപ്പോൾ അത് ഫോർമുലയുടെ ഒരു അടിസ്ഥാനത്തിലാണ്, നോട്ട് ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ. അതൊരു വലിയൊരു ക്രൈറ്റീരിയ തന്നെയാണ്. അപ്പോൾ ആ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും കേരള അത് ലൂസ് ഔട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് കേന്ദ്ര വിഹിതം മാത്രം പറയാണ്ട് അത് കിട്ടേണ്ടത് അത് കേരളത്തിലേക്ക് അത് കിട്ടാണ്ട് ഇരിക്കുന്നില്ല. അത് ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. ഇത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് അല്ല, ഇത് ബ്യൂറോക്രാറ്റ്സ് റൺ ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്. കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞ ഒരു ടെർമിനോളജി തന്നെ ഈ മോദി സർക്കാരിലാണ് അത് കോയിൻ ചെയ്തിരിക്കുന്നത്, കോഓപ്പറേറ്റീവ് ഫെഡറലിസം. ഇവിടെ ഇപ്പൊ ചാലഞ്ച് ഫണ്ടിന്റെ ഒരു മോഡിലേക്കാണ് പോകുന്നത്. ഇപ്പൊ തന്നെ കുറെ പാനലിസ്റ്റ് പറഞ്ഞു കാലം അനുസരിച്ച് നമുക്ക് മാറണം, നമ്മുടെ രീതികൾ മാറണം. അങ്ങനെയാണ് ഇപ്പൊ മോദി സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ചാലഞ്ച് ഫണ്ട്. സ്റ്റേറ്റ് തമ്മിൽ കോമ്പറ്റീഷൻ നടത്തുക.
ആരാണ് ആദ്യം ആ ഒരു ഫണ്ട് എടുക്കാനായിട്ട് അവർ ഒരു കാണിക്കുന്നത്, അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റിൽ അങ്ങനെ ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം, കോമ്പറ്റീഷൻ അമംഗ് സ്റ്റേറ്റ്സ്. ഇതിപ്പോൾ ഒരു വെൽഫെയർ ക്ഷേമ പദ്ധതികളുടെ കാലം കഴിയാറായി. കുറേ കാലങ്ങളായി നമ്മൾ 60 years ആയിട്ട് നമ്മൾ വെൽഫെയർ ഫണ്ട് സ്റ്റേറ്റ് തരണം, നമ്മുടെ എഡ്യൂക്കേഷന് സ്റ്റേറ്റ് തരണം, നമ്മുടെ ഹെൽത്തിന്. ഓക്കെ, എഡ്യൂക്കേഷൻ ബേസിക് സർവീസസ് നമുക്ക് കൊടുക്കണം, സ്റ്റേറ്റ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ പുറമെ നമ്മൾ എപ്പോഴും സെൻട്രൽ തരും, NRI റെമിറ്റൻസസ് വരും, പാസീവ് എക്കോണമി ആയിട്ട് എത്ര കാലം കേരളം നടന്നുകൊണ്ടിരിക്കും? കേരളത്തിന് ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. മലയാളീസ് എത്രയും എന്റർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ്. എന്തുകൊണ്ട് നമ്മളുടെ കാലം നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വ്യവസായങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല? എത്രയും ഒരു പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റേറ്റ്. നോളേജ് എക്കോണമി, ടൂറിസം, സസ്റ്റൈനബിൾ ടൂറിസം, ഗ്രീൻ എക്കോണമി, റിന്യൂവൽ എനർജി, ഇതൊക്കെയാണ് ഈ ഒരു 4-5 കാര്യങ്ങൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഇപ്പൊ ഗുജറാത്തിൽ നോക്കൂ, ഗിഫ്റ്റ് സിറ്റി എത്ര നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ഗിഫ്റ്റ് സിറ്റി, വൈ കാൻറ്റ് വി ഹാവ് എ സിറ്റി ലൈക്ക് ദാറ്റ്? കേരളത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഒരു കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ ടെക്നോളജി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കാൻ പറ്റാത്തത്? നമുക്ക് ഒരു ഹബ്ബ് ഉണ്ടാക്കാം. ഇവിടെ കോർപ്പറേറ്റ്സിനെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു വലിയൊരു ഹബ്ബായിട്ട് മാറ്റാൻ പറ്റും. കുറേ ക്യാപിറ്റൽസിന് കൊച്ചിയിലും ട്രിവാൻഡ്രത്തും വേറെ കുറേ ഡിസ്ട്രിക്ട്സിലും നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു സെൽഫ് സസ്റ്റൈനബിൾ എക്കോണമി ആയിട്ട് മാറണം കേരളം. എപ്പോഴും നമ്മൾ എത്ര കാലം കരഞ്ഞുകൊണ്ടിരിക്കും, സെൻട്രൽ ഗവൺമെന്റ് തന്നില്ല, NRIs ഇൻകം വരുന്നില്ല. ഇറ്റ്സ് ഹൈ ടൈം നമ്മൾ സെൽഫ് റിലയന്റ് ആയിട്ട് നമ്മൾ തന്നെ എക്കോണമീനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സമയം വന്നിട്ടുണ്ട് ഇപ്പോൾ. ശരി, വ്യക്തമാണ്. അഡ്വക്കേറ്റ് വസന്ത് സിറിയൻ, ബഡ്ജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് നിയന്ത്രിക്കപ്പെട്ട സാഹചര്യത്തിൽ വലിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? അല്ല, സെൻട്രൽ ഗവൺമെന്റ് വിനീത പറയുമ്പോ ഒരു കാര്യം മനസ്സിലാക്കണം. സെൻട്രൽ ഗവൺമെന്റ് തന്നില്ല എന്ന് പറയുമ്പോ 1 രൂപ ഇവിടെ ടാക്സ് പിരിക്കുമ്പോ, കേരളത്തിൽ നിന്ന് 1 രൂപ ടാക്സ് പിടിക്കുമ്പോ, എന്റെയോ ശ്രീ ജെയിംസിന്റെ ഒക്കെ ടാക്സ് 1 രൂപ പിരിക്കുമ്പോ 90 പൈസയും കൊണ്ടുവന്ന കേന്ദ്രമാണ്. അപ്പൊ കേന്ദ്രം കൊണ്ടുപോയ പൈസയാണ് തിരിച്ചു വയ്ക്കുന്നത്. അല്ലാതെ അവിടെ നിന്ന് എന്തെങ്കിലും സ്വയംഭൂവായി ഉണ്ടാക്കി ഇവിടേക്ക് തരണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. കൊണ്ടുപോകുന്നതിന്റെ വിഹിതം അത് നൽകണം എന്നാണ് പറയുന്നത്. 2 കേന്ദ്ര പദ്ധതികൾ, ആ കേന്ദ്ര പദ്ധതികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പൈസയ്ക്ക് തന്നെയാണ് നടപ്പിലാക്കുന്നത്. അതിന് അനുവാദികമായി ഇവിടെ നടപ്പിലാക്കണമെന്നുള്ള ആവശ്യവും നമുക്കുണ്ട്. ഇനി കടമെടുപ്പ് പരിധി ഒരു പരിധിക്കപ്പുറത്തേക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നില്ലെങ്കിൽ പോലും നിലവിലെ ഒരു അവസ്ഥയിൽ കടമെടുപ്പ് പരിധി ഉയർത്തേണ്ടതായി വരും. അങ്ങനെ ഉയർത്തിയാൽ മാത്രമാണ് നമുക്ക് നിലവിലുള്ള പ്രശ്നത്തെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ സാധിക്കുക. 1. 2, വൻകിട പ്രൊജക്ടുകളുമായി തൽക്കാലം മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു പരിവസ്ഥിതിയിലല്ല നമ്മളുള്ളത്. ഇപ്പൊ കാലൊടിഞ്ഞിരിക്കുന്ന ഒരുത്തനോട് നാളെ 100 മീറ്റർ ഓട്ടത്തിൽ പോയി പങ്കെടുത്ത് പ്രൈസ് അടിച്ചുകൊണ്ട് വരാൻ പറയാൻ പറ്റില്ലല്ലോ. ആദ്യം കാലൊടിഞ്ഞതിന് നമ്മൾ പ്ലാസ്റ്റർ ഇടണം, 3 മാസം റെസ്റ്റ് എടുക്കണം, അത് റെഡിയാക്കണം. അതാണല്ലോ അതിന്റെ ആദ്യത്തെ ഘട്ടം. ആ ഒരു പാച്ചപ്പ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുക. ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നത്. ഒന്ന് പാച്ചപ്പ് ചെയ്യാനുണ്ട്. അത് പാച്ചപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു സമയം UDF സർക്കാരിന് നിങ്ങൾ നൽകണം എന്നാണ് എന്റെ അഭ്യർത്ഥന. പിന്നീട് പ്രിയപ്പെട്ട ജോർജ് സാറൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് ഈ പറയുന്ന നോളജ് എക്കണോമി അടക്കമുള്ള കാര്യങ്ങളിൽ വികസനം കൊണ്ടുവരാൻ ഈ സർക്കാരിന് പദ്ധതികളുണ്ട്. അത് കൊണ്ടുവരികയും ചെയ്യും. അതിൽ പ്രിയപ്പെട്ട ജോർജ് സാറിനെയും മേരി ടീച്ചറിനെ അടക്കമുള്ള സാമ്പത്തിക വിദഗ്ധരുടെ സഹായവും അഭിപ്രായവും ഞങ്ങൾ തേടുകയും ചെയ്യും. അവരെ അടക്കം എങ്ങനെ ഏത് മേഖലയിലാണ് ഉപയോഗിക്കാൻ സാധിക്കുക അത് ഉപയോഗപ്പെടുത്തി തന്നെയായിരിക്കും ഈ സർക്കാർ മുമ്പോട്ട് പോകുക എന്നതിൽ സംശയമൊന്നുമില്ല. അപ്പോ വലിയ മാജിക്കുകൾ ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2-3 കാര്യങ്ങളാണ്. 1, ഈ ടാക്സ് ലൂട്ടിന്റെ ചോർച്ച അടയ്ക്കുക. 2, നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന പരിക്ക് പരിഹരിക്കുക. മലയാളത്തിൽ അങ്ങനെ പറയാം, പരിക്ക് പരിഹരിക്കുക. 3, ഈ 100 മീറ്റർ റണ്ണിന് പോകാൻ പറ്റുന്ന ഒരു മിടുക്കനായി നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ മാറ്റിയെടുക്കാനുള്ള നയങ്ങളുമായി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ഒരു ചോദ്യം കൂടി, ഈ പുതിയ ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി വ്യവസായങ്ങൾക്ക് മേൽ അധിക നികുതിയോ ലൈസൻസ് ഫീസോ ചുമത്താനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഇപ്പൊ തന്നെ അതിന്റെ അങ്ങേയറ്റത്തിലാണല്ലോ ജെയിംസ്, അങ്ങേയറ്റത്തിലാണ്. ഇനി അതിനൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി എവിടെ ഈടാക്കാനാണ്? ഇപ്പൊ ഈ പ്രോഫിറ്റിന് മേലാണല്ലോ നമ്മൾ ഈ ടാക്സ് ഈടാക്കുന്നത്. അങ്ങനെ പ്രോഫിറ്റിന് മേൽ ഈടാക്കുമ്പോഴുള്ള പ്രശ്നം, പ്രോഫിറ്റ് ബിസിനസ്സുകാരന്റെ കയ്യിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ
ആ പാതി പേരും ബിസിനസ് ഇട്ടിട്ട് പോകും. ഒന്ന്. രണ്ട്, അവർ ശമ്പളത്തിലെ എംപ്ലോയീസിനെ പിഴിയാൻ തുടങ്ങും. അപ്പൊ മാർക്കറ്റിൽ പണം എത്തില്ല. മാർക്കറ്റിലേക്ക് പണം എത്തിക്കാൻ, അതായത് കൂടുതൽ ഫണ്ട് റിലീസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ പണം എത്തിക്കുന്ന രീതിയാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു എക്കണോമിക് വിദ്യാർത്ഥിയാണ് ഞാൻ. കാരണം മാർക്കറ്റിൽ പണം എത്തിക്കാതെ ഇത് മുഴുവൻ പിടിച്ചു വെച്ച് സർക്കാർ കയ്യിലാക്കി വെച്ചുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. മാർക്കറ്റിലേക്ക് മണി ഫ്ലോ ഉണ്ടാവണം. അത് ഉണ്ടാവണമെങ്കിൽ അധികം ഈ അനാവശ്യമായ ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ചെയ്താൽ അത് ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പൊ പ്രിയദർശിനി നമ്മൾ എന്തിനാണ് കൊണ്ടുവരുന്നത്? സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര കൊടുക്കുന്നത് എന്തിനാ? അവരുടെ കയ്യിൽ ആ പൈസ ഉണ്ടാവും. മാസാവസാനം 3000 രൂപ ഉണ്ടാവുമ്പോൾ അവരതുമായിട്ട് പച്ചക്കറി മേടിക്കാൻ ഇറങ്ങും, ഇറച്ചി മേടിക്കാൻ ഇറങ്ങും, സാരി മേടിക്കാൻ ഇറങ്ങും. അപ്പൊ മാർക്കറ്റിൽ ആ പൈസ എത്തും. അത് തന്നെ, അതാണ് ബേസിക് ഐഡിയോളജി. അത് ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും മുമ്പോട്ട് പോകാനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, വ്യക്തമാണ്. ശ്രീമതി വിനീത ഹരിഹരൻ, മറുപടി. ഇപ്പൊ കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞത്, കേന്ദ്രം അർഹതപ്പെട്ട ഫണ്ട് കൊടുക്കുന്നുണ്ട് കേരളത്തിന്. അതിന്റെ പുറമെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നാൽ കേന്ദ്രം ഹെൽപ്ലെസ് ആണ്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോ വസന്ത് പറഞ്ഞ പോലെ കേന്ദ്രം നമ്മൾ ഒരു ഔദാര്യം ഒന്നും അല്ല ചെയ്യണത് സ്റ്റേറ്റിന്. ഓഫ് കോഴ്സ് യെസ്, നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ഫണ്ട് എപ്പോഴും കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. മറ്റേ സംസ്ഥാനത്തിന്റെ പോലെ തന്നെ കേരളത്തിനും കൊടുക്കുന്നുണ്ട്. കേരളം എത്രത്തോളം പ്രൊആക്റ്റീവായിട്ട് പ്രൊപ്പോസൽസ് കൊടുക്കുന്നു, അതേപോലെ സെൻട്രലി സ്പോൺസേർഡ് ഫണ്ടും സെൻട്രൽ സെക്ടർ സ്കീംസിന്റെ ഫണ്ട്സും അത് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ. അത് കണക്കുമുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്. അപ്പൊ ആ ഡിബേറ്റ് നമുക്ക് നിർത്താം. ഇനി കേന്ദ്രം തരുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് വി ഡി സതീശന്റെ ഗവൺമെന്റ് അത് ചെയ്യില്ല എന്ന്, ആ ഒരു നരേറ്റീവ് കരഞ്ഞുകൊണ്ടിരിക്കില്ല എന്ന് നമ്മളൊക്കെ ഹോപ്പ് ചെയ്യണത്. ശരി, വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ ബഡ്ജറ്റ് ഏറെ നിർണായകമാണ്. പ്രഖ്യാപനങ്ങളുടെ ആവർത്തനങ്ങൾക്കപ്പുറം പ്രായോഗികമായ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ സർക്കാരിന് സാധിക്കണം. കടമെടുത്ത് മാത്രം മുന്നോട്ട് പോകാൻ കഴിയാത്ത സാമ്പത്തിക യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതേസമയം തന്നെ നികുതി പണം കൃത്യമായി പിരിച്ചെടുക്കാനും അത് അഴിമതിയില്ലാതെ വിനിയോഗിക്കാനും കഴിഞ്ഞാൽ വിഭവ സമാഹരണത്തിലെ പല തടസ്സങ്ങളും ഒരു പരിധിവരെ മാറും. ഇന്നത്തെ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, വിനീത ഹരിഹരൻ, TS ചന്ദ്രൻ, പ്രൊഫസർ ജോർജ്, നന്ദി, നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.